എൻ്റെ കൊച്ചു കൂട്ടുകാരെ, ഞാൻ മാജിക് അങ്കിൾ മാമു. മാമു അങ്കിൾ ഇന്നൊരു കഥ പറയാം എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. പണ്ട്, വളരെ പണ്ട്, ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൂട്ടം ആട്ടിൻ കുഞ്ഞുങ്ങൾ പാർത്തിരുന്നു. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ആലംബഹീനരായ ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ക്ലേശകരമായി ജീവിച്ചു പോന്നിരുന്ന ഈ ആട്ടിൻ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് ഒരു മുട്ടനാട് വരികയാണ്. ചായ വേണ്ട, ലെഫ്റ്റ് പോട്ടെ, റൈറ്റ്, റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. മുട്ടനാടിനെ കണ്ടപ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായി. കാരണം വളരെ പരസഹായിയായിട്ടുള്ള ഈ ആട്ടിൻ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി ജന്മം ഒഴിഞ്ഞു വെച്ച ആ മുട്ടനാടിൻ്റെ സൗഹൃദവും മുട്ടനാടിൻ്റെ സ്നേഹവും വാത്സല്യവും എല്ലാം കണ്ടുകൊണ്ട് ആട്ടിൻ പറ്റങ്ങൾ മുട്ടനാടിൻ്റെ പുറകെ കൂടി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഈ മുട്ടനാട് ആട്ടിൻ കുഞ്ഞുങ്ങളെ എല്ലാം പരിപോഷിച്ചു. പക്ഷേ ആ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലായിരുന്നു അത് ആട്ടിൻ തോലിട്ട ഒരു ചെന്നായ ആണെന്ന്. അപ്പത്താ തട്ടിപ്പാണല്ലേ? ആ പാവം ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അങ്ങനെ കാലം കടന്നുപോയി. പുഴകൾ ഒഴുകിപ്പോയി, പൂക്കൾ വിടർന്ന് കൊഴിഞ്ഞുപോയി. ഇങ്ങനെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം വളരെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കുഞ്ഞാട് മറ്റ് ഒരു കുഞ്ഞാടിനോട് തുറന്ന് പറയുകയാണ്, അത് മുട്ടനാടല്ല ചെന്നായയാണെന്ന്. ഈ വാർത്ത കുഞ്ഞാടുകൾക്കിടയിൽ ആകെ പരന്നു. അത് ലോകമാകെ അറിഞ്ഞു. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി ഈ മുട്ടനാടിൻ്റെ വേഷമിട്ട് വന്ന തോലിട്ട് വന്ന ചെന്നായക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പ്രതികരിച്ചപ്പോൾ ലോകം മുഴുവൻ ആ ചെന്നായയുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി തിരിച്ചറിയുകയുണ്ടായി. വെറുതെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? കുറച്ചു പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.